അപ്പോൾ ഗായ്സ് നമ്മൾ തലപതി വിജയാനൻ്റെ പുതിയ മൂവി നാളെ ഇറങ്ങാൻ പോകുന്നു. അവരുടെ പല അവസാനത്തെ കഴിഞ്ഞ വേറൊരു പടങ്ങളുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ചോദിക്കാം എന്താ അഭിപ്രായം. ബ്രോൻ്റെ അഭിപ്രായം എന്താ ബ്രോ? ഇങ്ങോട്ടേക്കാവോ? ബ്രോൻ്റെ അഭിപ്രായം എന്തുവാ? പടമല്ലേ എങ്ങനെ പോയാലും അത് വേറെ എതിരഭിപ്രായമില്ല. നമ്മൾ അണ്ണനിപ്പം മൂവി സ്റ്റോപ്പ് ചെയ്യാൻ പോകാം. വിഷമമുണ്ട്, പിന്നെ മക്കൾക്ക് വേണ്ടി നല്ല ചെയ്യുമ്പം അതിന് സന്തോഷമുണ്ട്. എത്ര നാളായി അണ്ണൻ്റെ ഫാൻസായിട്ട്? വർഷങ്ങളുണ്ട്. വർഷങ്ങളായിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എന്തുവാ? എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫാൻ ഷോ കയറുമ്പോൾ തന്നെ വേറെ എക്സ്പീരിയൻസ് അല്ലേ. ആ ബഹളവും പേടി കാണിക്കുമ്പോൾ ഉള്ള ഇതും ഓക്കെ. അപ്പം ഈ ബ്രോൻ്റെ പേരെന്താണ്? ഷംനാദ്. ഈ ഷംനാദ് ബ്രോ പറഞ്ഞ അതേ കാര്യത ഇവിടെ എല്ലാവർക്കും. നമുക്ക് വേറെ ആൾക്കൊന്ന് ചോദിക്കാം. ബ്രോ ചേട്ടത്തെ യാ ബ്രോ തലപതി ഫാനാണോ? അപ്പം ഇങ്ങോട്ടേക്ക് ഇട്ടടി. അപ്പം അതിൻ്റെ അവസാനത്തെ പടമല്ലേ, ഒരു പടങ്ങളുണ്ട്. അപ്പം അതിൻ്റെ മൂവി സ്റ്റോപ്പ് ചെയ്യാൻ പോകാം ആൾ. അപ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം എന്തോ, ഒരു ഒപ്പീനിയൻ? അങ്ങനെ പറയാം, വിജയ് അഭിനയിക്കുന്നതുകൊണ്ട് കാണാം. നീ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൾ തിരിച്ച് വരട്ടെ, നമുക്ക് ആഗ്രഹിക്കാം. പേരെന്താണ്? അനന്തു. ബ്രോയ്ക്ക് എന്താ അഭിപ്രായം? ഇതന്നെയാണ്, സെയിമാണ്. അപ്പം ഗായ്സ് നമ്മൾ ബ്രോ ഒരു മിനിറ്റ് ബ്രോ, ഇപ്പം നമ്മളെ തലപതി വിജയാനൻ ഫിലിം നിർത്താൻ പോവല്ലേ? തലപതി വിജയാനൻ ഫിലിം നിർത്താൻ പോവല്ലേ? അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് ഒരു ഒപ്പീനിയൻ പറ. കേട്ടില്ല. അതിനെപ്പറ്റി ഒപ്പീനിയൻ നമ്മൾ അന്നപ്പം മൂവി നിർത്താൻ പോവല്ലേ? അപ്പം ഇതുങ്ങളെ കഴിഞ്ഞ് വേറൊരു പടം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നല്ല വിഷമമുണ്ട്. ഇച്ചിരി സൗണ്ട് കൂട്ടി പറയാം, വോയിസ് കൂട്ടി പറയാം. പിന്നെ പറ. സെക്കൻഡ് ക്ലാസ് പടം നിർത്തുന്നതെന്തോ ആണെന്ന് എനിക്കറിയാം, പക്ഷേ വിഷമമുണ്ട്. എത്ര നാളായി തലപതി ഫാനായിട്ട്? കൊച്ചിലോട്ട് ഫാനാണ്. നമ്മളെ വീട്ടിലെ എല്ലാവരും തലപതി ഫാനാണ്. ഓക്കെ, താങ്ക് യു. ബ്രോയ്ക്കൊന്നും പറയാം? ഒന്നുമില്ല, സന്തോഷം തന്നെ. വിജയുടെ ഇനിയും പടം ഉണ്ടാകുന്ന എല്ലാ വർഷവും ഉള്ള ഇതാണ്. നല്ല സന്തോഷം. വിജയണ്ണ എല്ലാവർക്കും ഒരു വികാരമാണല്ലോ. അപ്പം പുള്ളി മൂവി ഇനി ഒരു പടം കഴിഞ്ഞ മൂവി സ്റ്റോപ്പ് ചെയ്യാൻ പോയില്ലേ? അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? പുള്ളിയുടെ നമുക്ക് എന്തായാലും അന്ന രാഷ്ട്രീയത്തിൽ വരുന്നതിന് എന്താ ഒരു അഭിപ്രായം? കേട്ടില്ല. അന്ന രാഷ്ട്രീയത്തിലോട്ട് വരുമല്ലേ? അതിനെപ്പറ്റി പേഴ്സണലായിട്ട് എനിക്ക് അഭിപ്രായമാണ്. അങ്ങനെയൊന്നുമില്ല, പുള്ളിയുടെ ഇഷ്ടമാണ്. പക്ഷെ പുള്ളി ഇത്രയും കാലം നമ്മളിവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ ചിരിപ്പിച്ചും ആ ഒരു ത്രില്ലിൽ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അതെ കഴിപ്പിച്ചും എല്ലാ ഇതിലും ഉണ്ടായിരുന്നു പുള്ളി നമ്മുടെ കൂടെ. ഫാനാണോ? പിന്നെന്ത് ഫാനാണ്, ചുമ്മാ ഇവിടെ വീട്ടിലേ വന്നത്. അത് ഞാൻ ചോദിച്ചെന്ന് വേറെ ഒന്നല്ല. എത്ര വർഷമായിട്ടുണ്ട്? എത്ര വർഷമായിട്ട് കുഞ്ഞാ കൊച്ചു കണ്ടെന്ന് ഞാൻ പറയാം. ആ ഒരു സിനിമ, വിജയാനന്ദ സിനിമയൊക്കെ വില്ല് അങ്ങനത്തെ ഓരോ ഇതൊക്കെ കണ്ടെടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ തോന്നി. പിന്നെ കുറച്ച് വർഷം ചെന്നൈയിലായിരുന്നു, അവിടെയൊക്കെ വിജയാനന്ദ ഒരു ഇതായിരുന്നു, ഓളമായിരുന്നു. അങ്ങനെ ഇതായിരുന്നു. വേറെ ഒന്നുമില്ല ബ്രോ. ബ്രോ ഫാനാണോ?
എന്താ അണ്ണൻ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം കേട്ടോ. ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റത്തൊരവസ്ഥയില്ല. എല്ലാവരും തിരക്കിലാണ് ഗൈസ്, ഭയങ്കര തിരക്കിലാണ്. ബ്രോ ഒക്കെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ബ്രോ? അണ്ണം മൂവി നിർത്താൻ പോവല്ലേ? ഇത് സെക്കൻഡ് പടമല്ലേ? അടുത്ത പടം 2025 അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക? ഇങ്ങോട്ടേ അതിനെപ്പറ്റി ഇപ്പം എന്താ പറയുക, അണ്ണൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടു വെച്ചോട്ടായിരിക്കുമല്ലോ. നമ്മൾ ഇപ്പം അതിന് മുമ്പ് അണ്ണൻ്റെ ഇതൊന്നും ഇടാൻ വേണ്ടി അവിടെ അവരുടെ ഇതിന് നിർത്തിയില്ലേ, കുറേ പേരെ നിർത്തി, എത്ര പേരൊന്നും ജയിപ്പിച്ചില്ല. അണ്ണൻ്റെ മനസ്സിൽ കണ്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ എന്തായാലും നമ്മൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. എത്ര വർഷമായിട്ട് ഫാൻ? ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ടുണ്ട് യൂണിറ്റിലും. പേരെന്താണ്? ഷെഫി. ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ? അണ്ണൻ്റെ ഫാനല്ലേ? അപ്പം ആളിപ്പം ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചു, ഒരുപാട് റോളുകൾ ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ട റോളുകൾക്ക് ഏതാ റോള്? ലാസ്റ്റ് വന്ന ലിയോയിലെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു പോക്കറി കണ്ടിട്ട് ഫാനായ ആളാണ്. അപ്പോൾ അതെങ്ങനെ ഫാനായെന്ന് പറയാമോ? എങ്ങനെ ഫാനായെന്ന് പറയാമോ? അതന്നെ പോക്കറി കണ്ട് അണ്ണൻ്റെ സാഗ കണ്ടിട്ട് ആ ഒരു ടൈമിൽ പിന്നെ ആയപ്പോഴത്തേക്കും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറൊക്കെ മനസ്സിലാക്കിയപ്പോൾ കുറച്ചും കൂടി ഇപ്പം ഞാൻ എനിക്കൊരു കാര്യം ചോദിച്ചു. അപ്പം ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരും വന്ന് പറയും ആൾ ഒരു ഭയങ്കര രക്ഷകൻ ക്യാരക്ടർ എന്ന് പറയും. അപ്പോൾ അതിനെപ്പറ്റി എന്താ ഒരു ഒപ്പീനിയൻ പറ? അവരുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ, അവർക്ക് അതായിരിക്കും. നമുക്കതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അത്രേ ഉള്ളൂ. ബ്രോയ്ക്ക് അത് കണക്കാത്ത അഭിപ്രായം? എല്ലാ പടത്തിലും അതൊക്കെ തന്നെയല്ലേ ബ്രോ, ഓരോ രീതിയിൽ കാണിക്കുന്നു. ഇപ്പം വിജയണ ചെയ്യുമ്പോൾ അത് രക്ഷൻ റോള്, ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നില്ല. ഓക്കെ, ഫാനാണോ? വിജയ് ഫാനാണോ? ചേട്ടാ ഇപ്പം അണ്ണം പടം നിർത്താൻ പോകും. ഇത് ഈ മൂവി കഴിഞ്ഞാൽ 2025 പടം നിർത്തുക. അടുത്തൊരു പടം കൂടെ ഉണ്ട്. ഒരു പടം കൂടെ ഉണ്ട്. അതങ്ങ് കഴിഞ്ഞാൽ അത് ഇറങ്ങാം. പക്ഷേ ആൾ ഇത്രയും വർഷം അഭിനയിച്ച് കഴിവ് തെളിയിച്ചൊരു മനുഷ്യനാണ് തലപ്പത്ത്. എല്ലാവർക്കും മോട്ടീവായിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോൾ ആ പുള്ളിനെ പറ്റി ബ്രോയ്ക്ക് എല്ലാവരെയും ഒപ്പീനിയൻ പറഞ്ഞു. ബ്രോൻ്റെ ഒപ്പീനിയൻ പറ. അതിനെപ്പറ്റി അത് അങ്ങനെ തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പുള്ളി ഇൻഡസ്ട്രി തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയും പടം ചെയ്യുന്നതാണ്. പിന്നെ രാഷ്ട്രീയം കൂടെ തന്നെ അത് വേറെ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അഭിപ്രായം. ബാക്കിയൊക്കെ പുള്ളിയുടെ ഇഷ്ടമല്ലേ? ഇതിൻ്റെ പേരെന്ന് പറയാം? ശ്രീജിത്ത്. ബ്രോ തലപതി ഫാനാണോ? തലപതി ഫാനാണോ? അപ്പം തന്നെ. അപ്പം ആളിപ്പം പടം നിർത്താൻ പോവാം. അപ്പം 2025 ഒരു പടങ്ങളുണ്ട്. അപ്പം ഇത്രയും നാൾ നല്ല അടിപൊളി റോളും ലുക്കുകളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അണ്ണം പടം നിർത്തുന്ന പറയുമ്പോൾ ബ്രോയിൻ്റെ യൂട്യൂബാണ്. വിഷമമുണ്ടായിരുന്നോ? അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് പറഞ്ഞോണ്ട് വെച്ചാൽ അപ്പോൾ തമിഴ്നാട്ടിലൊരു കൊടി നോക്കി ആ ബാക്കിൽ കാണുന്നു. അപ്പോൾ ആ കൊടി വന്നു. അപ്പോൾ അത് ഉടായ്പാന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. അണ്ണം പടം നിർത്തത്തില്ല, ഉറപ്പായിട്ട് ഇനിയും പടങ്ങൾ ചെയ്യും. ചെയ്യാതിരിക്കത്തൊന്നുമില്ല. നമുക്ക് പ്രതീക്ഷിക്കല്ലേ? അപ്പുറം എന്തുവാ അത് സങ്കടമുണ്ടോ? നല്ലൊരു കാര്യത്തിനല്ലേ കുഴപ്പമില്ല. പേരെന്താണ്? അലിഫ്. താങ്ക് യു ബ്രോ. തലപതി ഫാനാണോ? അപ്പം ആളും പടം നിർത്താൻ പോലെ ഇത് ലാസ്റ്റ് പടം. അടുത്ത് വേറൊരു പടം കൂടെ ഉണ്ട് അടുത്ത്. അപ്പം ആൾ പടം നിർത്തുന്നതിനുള്ള അഭിപ്രായം. പിന്നെ ആൾ തന്നെ ആ ലുക്കും എനർജിയൊക്കെ തന്നില്ലേ? അപ്പോൾ എന്താ അഭിപ്രായം? കാരണം ഇപ്പം ഞാൻ കാണിച്ചു ചോദിച്ചേ വേറെ ഒന്നല്ല. ഈ തലപതി ഫാന് ആണെന്ന് പറയുന്നല്ലോ. ഓക്കെ, ആളിപ്പം എൻ്റെ ഒരു ബെറ്റർ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ ആളിപ്പം നല്ല റോളുകൾ ചെയ്തു തുടങ്ങി. അപ്പം
ആർക്കായാലും ഒരു ഇത് വരുമല്ലേ, അണ്ണൻ പടം നിർത്തരുതെന്ന്, ഇനി നല്ല ഗെറ്റപ്പായിട്ടുള്ള റോളൊക്കെ ചെയ്യണം. അപ്പോൾ അതിനെ പറ്റി എന്താ അഭിപ്രായം? വോയിസ് എടുക്കണം. സിനിമ തുടരണം. എന്നാലും ഒരു ഇത് തന്നെ സിനിമ തുടങ്ങണം. നമ്മൾ പുള്ളിക്കാരൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് നടക്കുന്നത്. വിജയണേ പിന്നെയില്ലേ അത് തന്നെ നമുക്ക് സിനിമ തുടങ്ങാം. ഇത്ര ഉള്ളല്ലേ? അത് യൂട്യൂബ് ചാനലില്ലേ? ആ ഉണ്ട്. ബ്രോ തളപതി ഫാനാണോ? തളപതി ഫാനാണോ? അതെ. അപ്പോൾ ആളിപ്പം നല്ല റോളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് നല്ല റോളൊക്കെയാണ് ഈ പടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ബ്രോയ്ക്ക് എന്താ അഭിപ്രായം? നിർത്തണമെന്നാണോ നിർത്തണമെന്നാണോ ആഗ്രഹം? എന്നാണ് ഈ ഇലക്ഷനൊക്കെ തോറ്റിട്ടെങ്കിൽ തിരിച്ച് സിനിമയിൽ വന്നാൽ നമുക്ക് എല്ലാം കാണാം. നിർത്തണ്ടല്ലേ? ഈ വൈബ് പിന്നെ കിട്ടത്തില്ലല്ലോ. പിന്നെ ആൾ വന്ന് പിന്നെ രണ്ടാമത് അന്ന് കയറിയാലും കിട്ടത്തില്ലല്ലേ? രണ്ടാമത് കയറിയാൽ ഏറ്റവും ഒരുപാട് ഇൻ കേസ് അവിടെ തോറ്റിട്ടാണ് വരുന്നതെങ്കിൽ വെറുതെ എയറിലോട്ട് തോക്കണം ഉറപ്പുണ്ടോ തമിഴ്നാട്ടിൽ? തമിഴ്നാട് തോക്കത്തില്ല, പക്ഷേ ഒറ്റയ്ക്ക് പാർട്ടി ഭരണം പിടിക്കാനുള്ള സെറ്റപ്പൊന്നും ആയിട്ടില്ല. അവിടുത്തെ എല്ലാ നടന്മാരും ഓരോ തവണ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഫെയിലാണ്. അപ്പം നമ്മൾ ഈ സുരേഷ് ഗോപി ആയിക്കോട്ടെ, മറ്റുള്ള നടന്മാരായിക്കോട്ടെ, ആളുകൾ അവർ ഈ എന്താ പറയുക ഭയങ്കര കള്ളത്തിലൂടായ്പം കാണിക്കുന്നു. പക്ഷെ അന്ന് അങ്ങനെ കാണിക്കണമെന്നാണ് വിശ്വസിക്കുന്നത്. അത് നമ്മൾ തമിഴ്നാട്ടിൽ വിജയ് അങ്ങനെ കാണിക്കണമെങ്കിൽ വിജയ് ആവുന്ന രീതിയിൽ മറ്റേ കേന്ദ്ര ഗവൺമെൻറ് കൂട്ടാൻ നോക്കിയത്. അന്ന് ട്രേഡ് കടത്തിയിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഈ പറയുന്ന സുരേഷ് ഗോപി എന്നെ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് നന്മമരം കളിച്ച് ഇറങ്ങുന്നത്. ആ കാര്യത്തിൽ ഒരു കാര്യമില്ല. ഈ വൈബൊക്കെ വേറെ കിട്ടുമോ? ഈ മലയാളത്തിലെ നടന്മാർക്ക് ഇങ്ങനത്തെ എൻട്രി ഉണ്ട്. വിജയ് ഫാനാണോ? താല്പര്യമില്ലേ ബ്രോ? വിജയ് ഫാനാണോ? അപ്പം ആള് പെട്ടെന്നൊരു സമയത്ത് ഒരു ദുർബല നിമിഷത്തിൽ പടം നിർത്തുന്ന വെച്ചോ, നിർത്തുന്നില്ലേ? അപ്പം ഈ ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പടം 2025 ഉള്ളൂ. അപ്പോൾ അതിന് വിഷമമുണ്ടോ? ഇപ്പം എല്ലാ വർഷവും ഓരോ പടങ്ങളും തരുന്നില്ലേ? അപ്പം അത് 2 വർഷത്തിൽ ഒരു പടമായാലും കുഴപ്പമില്ല. അതായത് കുറച്ചും കൂടെ വോയിസ് എടുക്കാം. അതായത് കുറച്ച് ഇലക്ഷൻ പൊളിറ്റിക്കൽ എൻട്രി കഴിഞ്ഞാലും വർഷത്തിൽ ഒരു പടം തരണ്ട, 2 വർഷത്തിന് ഒരു പടം തന്നാലും മതി. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക്സ്. വിജയ് ഫാനാണോ? വിജയ് ഫാനാണോ? അപ്പോൾ ഒരു പുള്ളി പടം നിർത്താൻ പോകുന്നു. അപ്പോൾ അതിന് ഈ പടം കഴിഞ്ഞാൽ ഇനി അടുത്ത പടം വരുന്നുണ്ട് 2025. അപ്പം അത് ഭയങ്കര റഷ്യൻ ക്യാരക്ടറൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു പടം നിർത്താൻ പോകുമ്പോൾ എന്താ ഒരു അഭിപ്രായം? നിർത്തേണ്ടതാണ് അഭിപ്രായം. കാരണം നമ്മൾ ഈ പടം ഫസ്റ്റ് ഷോ കണ്ട് ആ ഒരു ഇതാണല്ലോ. എല്ലാ വർഷവും അണ്ണൻ്റെ ഒരു പടം, ദീപാവലി എന്നൊക്കെ പറയുമ്പോൾ അണ്ണൻ്റെ ഒരു പടമാണ് നമുക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ദീപാവലി പറയുമ്പോൾ അണ്ണൻ്റെ പടം, പൊങ്കൽ എന്ന് പറയുമ്പോൾ അണ്ണൻ്റെ പടം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ പെട്ടെന്ന് പടം നിർത്തുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതാണ്. പിന്നെ ടെൻഷനുണ്ടോ? അതെ, നമുക്കൊരു വിഷമമാണ്. അയ്യോ പടം നിർത്തുവാണല്ലോ. കാരണം നമുക്ക് ഈ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം നമ്മൾ നാളത്തേക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ഒരു വിഷമം. പിന്നെ ആള് ഇവരിപ്പോൾ CM ഒക്കെ ആയിട്ട് ആ ഒരു ഇതിൽ ആവണമെന്നാണ് അന്ന് ആഗ്രഹം. അല്ല, സിനിമ നിർത്തുന്നത് പാർട്ടി നിൽക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അതിൽ ഒരു CM ഒക്കെ ആവുകയാണെങ്കിൽ ആ ഒരു അത്ര ആൾക്കാർക്ക് നല്ല ഇതായിരിക്കുമല്ലോ. ഇപ്പോൾ പുതിയ കൊടികളൊക്കെ പൊക്കി. അപ്പോൾ അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ പറ. പാർട്ടി വരെ പൊളിറ്റിക്സ് ആയിട്ട് ഇതല്ല, കണ്ണൻ്റെ കാര്യം ഓക്കെ. പേരെന്താണ്? മുഹമ്മദ്. അറ്റു സോളപ്പല്ല.